നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂരിൽ ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് കടത്തിയ സ്ത്രീകളടക്കം അറസ്റ്റിൽ. തിരൂർ ബിവറേജിന് സമീപം വയോധികനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അപകടങ്ങൾ തുടർക്കഥയായ തെയ്യാല താനൂർ റോഡിൽ വാഹനങ്ങൾ അമിത വേഗത കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ. തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം. ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം കളവ് ചെയ്ത് മുങ്ങിയ പൂജാരി പിടിയിൽ. തിരുനാവായ എടക്കുളം നീറ്റിങ്ങര തോടിന്റെ പാലത്തിനോട് ചേർന്ന റാമ്പ് അപകടാവസ്ഥയിൽ. വിശദമായ വാർത്തകൾ. തിരൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് വേട്ട. സ്ത്രീകളടക്കം 3 പേർ പിടിയിൽ. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്, എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 12 കിലോയോളം കഞ്ചാവ് ഓട്ടോറിക്ഷയിൽ കടത്തുന്നതിനിടെ സ്ത്രീകളടക്കമുള്ളവരെ പിടികൂടിയത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖല സ്ക്വാഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 12 കിലോയോളം കഞ്ചാവ് കടത്തുകയായിരുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. കഞ്ചാവ് എത്തിച്ചു നൽകിയ ബംഗാളികളായ 2 സ്ത്രീകളെയും ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ഒരു മലയാളി യുവാവുമാണ് അറസ്റ്റിലായത്. कितना रहेगा? 5 किलो जानता नहीं। ठीक है, कितना ऐसा कितना रहेगा इसमें? ബംഗാൾ സ്വദേശികളായ പാറുൽ ബീബി, അർജുന ബീബി, തിരൂരങ്ങാടി തെന്നൽ സ്വദേശി റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM ബാബുരാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ ഷിബു ശങ്കർ, പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത്ത്, ദീപു, അരുൺ, റിബീഷ്, KV ചന്ദ്രമോഹനൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ K സ്മിത, CP സജിത എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ ബിവറേജിന് സമീപം ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. റോഡിനു പടിഞ്ഞാറ് വശത്തുള്ള കെട്ടിടത്തിന്റെ സമീപത്താണ് മൃതദേഹം കണ്ടത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. പോലീസ് സംഭവസ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. തിരൂർ ബീവറേജിന് സമീപം വയോധികനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള കെട്ടിടത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി കടയുടെ വരാന്തയിൽ രക്തക്കറയും കണ്ടെത്തി. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. വെട്ടന്യൂസ് തിരൂർ.
അപകടങ്ങൾ തുടർക്കഥയായ തെയ്യാല താനൂർ റോഡിൽ വാഹനങ്ങൾ അമിത വേഗത കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് നിവേദനം നൽകി. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം നടത്തിയ റോഡിൽ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ പ്രദേശത്ത് തെയ്യാലയിലെ ബേക്കറിയിൽ ജോലി കഴിഞ്ഞ് ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചെറുമുക്ക് പ്രവാസി നഗർ സ്വദേശി ചക്കുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മകൻ സിനാൻ കാറിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കൊടിഞ്ഞി ചുള്ളിക്കുന്ന് സ്വദേശി വടക്കൻ അരീക്കോട്ട് മുർഷിദ് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. റോഡിന്റെ നിർമ്മാണ സമയത്ത് തന്നെ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികൾ, പൊതുമരാമത്ത് റോഡ് വിഭാഗം, തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകി. തെയ്യാല റോഡിലെ നമ്മുടെ ഇളവള്ളി റോഡിലെ ഈ കരിങ്കലത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായിട്ട് ആളുകൾ മരണപ്പെടുക വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഒരു കുട്ടി മരണപ്പെടുകയും ഒരു കുട്ടിക്ക് കാര്യമായ പരിക്കുകൾ പറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിന് അവിടെ നാടുമായി ബന്ധപ്പെട്ടിട്ട് അറിയാൻ കഴിഞ്ഞത് ആ ഭാഗങ്ങളിൽ ഒരു സൂചനാ ബോർഡുകളോ എന്നതുപോലെ അമ്പുകളോ മറ്റുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ അമിതമായ വേഗത വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതിന് സർക്കാരിൽ നിന്നും അവിടെ അമ്പുകളും സൂചനാ ബോർഡുകളും നിർമ്മിക്കണമെന്ന് നാട്ടുകാരും കൂട്ടായ്മ. നിരവധി അപകടങ്ങളാണ് ഇതിനോടകം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. NH-66 വെന്നിയൂരിൽ നിന്നും തിരൂരങ്ങാടി ചെറുമുക്ക് കുണ്ടൂർ തെയ്യാല താനൂർ റെയിൽവേ സ്റ്റേഷൻ തിരൂർ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രധാന പാതയാണിത്. റോഡിൽ സീബ്ര ലൈൻ, റബിൾ സ്ട്രിപ്പ്, സൂചനാ ബോർഡ് തുടങ്ങി ട്രാഫിക് നിയമങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ചീറിപ്പായുന്ന അവസ്ഥയാണ്. റോഡിലെ ഇരു സൈഡിലും മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. വെട്ടം ന്യൂസ്, താനൂർ. തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം. കുറുൽ സ്വദേശി OP സൈദലവിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് സംഭവം. കുരുൾ സ്വദേശി OP സെയ്തലവിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിറകിലെ ഗ്രിൽസിൽ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത്. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയയുടെ 2.5 പവന്റെ പാദസരം കവർന്നു. ഇതിനിടെ യുവതി ഉണർന്നു ബഹളം വെച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിൽ CCTV ക്യാമറ ഉണ്ടെങ്കിലും മുകളിലേക്ക് തിരിച്ചുവെച്ച നിലയിലാണ്. 2 പേർ ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സൂചന. രാത്രി ഒരു 3 മണി സമയത്താണ് മോഷണം നടന്നത്. മോഷണം നടന്ന ഒരു മകളുടെ 2.5 പവൻ വരുന്നൊരു പാദസരം എടുത്ത് കുടുംബം പരാതി നൽകി. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. തിരുനാവായിൽ ക്ഷേത്രത്തിൽ നിന്നും 5 പവനോളം വരുന്ന തിരുവാഭരണം കളവ് ചെയ്തു മുങ്ങിയ ക്ഷേത്ര പൂജാരിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനും പാലക്കാട് നെന്മാറ സ്വദേശിയുമായ മനക്കൽ ധനേഷിനെയാണ് തിരൂർ ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തിരുനാവായ മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 5 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു മുങ്ങിയ പൂജാരിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിലെ ജീവനക്കാരനും പാലക്കാട് നെന്മാറ സ്വദേശിയുമായ മനക്കൽ ധനേഷിനെയാണ് തിരൂർ ഇൻസ്പെക്ടർ MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ജോലിക്ക് വന്ന ഇയാൾ 5 പവനോളം വരുന്ന ആഭരണം കൈക്കലാക്കി അതേ മാതൃകയിൽ മറ്റൊന്ന് തിരികെ വെക്കുകയായിരുന്നു. ക്ഷേത്രോത്സവത്തിനായി പരിശോധന നടത്തിയപ്പോഴാണ് ക്ഷേത്രം ഭാരവാഹികൾ വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI ഷിജോ, C തങ്കച്ചൻ, പ്രതീഷ് കുമാർ, CPOമാരായ അരുൺ, സതീഷ് കുമാർ എന്നിവർ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. വെട്ടം ന്യൂസ്, തിരൂർ. തിരുനാവായ എടക്കുളം നീറ്റിങ്ങര തോടിന്റെ പാലത്തോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിൽ. അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്നും നാട്ടുകാർ.
തിരുനവായ എടക്കുളം നീറ്റിങ്ങര തോടിന്റെ പാലത്തിനോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിൽ. അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്നും നാട്ടുകാർ. എടക്കുളം നീറ്റിങ്ങര തോട്ടിൽ നിരവധി ആളുകളാണ് ദിനേനെ കുളിക്കാനും അലക്കാനുമായി ഇവിടെ എത്തുന്നത്. 100-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നീറ്റിങ്ങര. ശനി ഞായർ ദിവസങ്ങളിൽ നീറ്റിങ്ങരയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വിദ്യാർത്ഥികളും ഈ തോട്ടിൽ കുളിക്കാനെത്തുന്നു. തോട്ടിലേക്ക് കുളിക്കാനിറങ്ങുന്നതിന് വേണ്ടി നിർമ്മിച്ച റാമ്പിന്റെ ചുവടെയുള്ള കല്ലുകൾ ശക്തമായ ഒഴുക്കിൽ തകർന്നു പോയിരിക്കുകയാണ്. റാമ്പിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. പാലത്തിൽ നിന്നും തോട്ടിലേക്ക് കുളിക്കാനായി ചാടുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ഈ റാമ്പിലൂടെയാണ് കയറി വരുന്നത്. ഇത് വലിയ അപകടം വിളിച്ചുവരുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം പഞ്ചായത്തിലും അധികൃതരോടും വാർഡ് മെമ്പറോടും പരാതി ബോധിപ്പിച്ചെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടില്ല എന്നും വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ഉടൻ പരിഹാരം കാണണമെന്നും നീറ്റിങ്ങര നിവാസികളും സാമൂഹ്യ പ്രവർത്തകരുമായ CV ഷാജി, വി കരീം, വി ഹുസൈൻ, പി ഫെബിൻ, അമരൈ നജീബ് എന്നിവർ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരുനവായ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.